നമുക്കൊരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയാലോ? അതിന് വേണ്ടിയിട്ട് ആലു പൂരിയാണ് ഇന്നുണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടി കുറച്ച് ഉരുളക്കിഴങ്ങ് നമ്മൾ നേരത്തെ വേവിച്ച് വച്ചേക്കണം. വേവിച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ വെള്ളവും ചേർത്ത് നന്നായി വേവിച്ച് വയ്ക്കുക. അതിനുശേഷം ചൂടാറി കഴിയുമ്പോൾ അത് നന്നായിട്ട് ഉടച്ച് നീറ്റാക്കി എടുക്കുക. ഒട്ടും കട്ടയില്ലാതെ ഉടച്ച് നീറ്റാക്കി എടുക്കുക. നമ്മൾ ഗോതമ്പ് പൊടി ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ ഉപ്പും വെള്ളവും ഓയിലും ചേർത്ത് നന്നായി കുഴച്ച് വച്ചേക്കണേ. അതിനുശേഷം നമുക്ക് ഈ മസാല ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു നല്ലൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് വെളുത്തുള്ളിയും പിന്നെ കുറച്ച് സവാള അല്ലെങ്കിൽ ചെറിയുള്ളിയോ സവാളയോ ചെറുതാക്കി അതിന് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഉപ്പും ചേർക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി അത് നല്ല വലിയിച്ചെടുക്കുക. അതിനുശേഷം ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത് എടുത്തതിനകത്തേക്ക് ആഡ് ചെയ്ത് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, ഡ്രൈ ആയിട്ടിരിക്കണം. ചപ്പാത്തിയുടെ മാവ് നമ്മൾ പൂരിക്ക് ഉണ്ടാക്കുന്നത് പോലെ ചെറിയ ഉണ്ടയാക്കി എടുത്തിട്ട് അത് കുഞ്ഞ് വട്ടത്തിൽ പരത്തിയെടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഫില്ലിംഗ് ആയിട്ട് ആ മസാലക്കൂട്ട് അതിനകത്തേക്ക് നിറയ്ക്കുക. അത് നന്നായിട്ട് ഉരുട്ടി ഒന്നുകൂടി പൊടിയിലൊക്കെ മുക്കി നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുക്കുക. പൂരിയാണല്ലോ, അതിൻ്റെ സൈസിൽ പരത്തിയെടുക്കുക. അങ്ങനെ എല്ലാ ഉരുളകളും ഇതുപോലെ മസാല പുറത്ത് പോവാതെ മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെ പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ഓയിൽ ഒഴിക്കുക. ഓയിലൊഴിച്ച് നന്നായി ചൂടിൽ വേണം കേട്ടോ ഇത് ഇടാനായിട്ട്. നല്ല ചൂടുള്ള ഓയിലിലേക്ക് നമ്മളിത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തവി കൊണ്ട് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അതിനെ ഒന്ന് അമർത്തി കൊടുത്താൽ ആ ഒരു പൂരി പൊങ്ങി വരും. അങ്ങനെ ഓരോ പൂരിയും നമുക്ക് ഇത് കോരിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് തേങ്ങാ ചമ്മന്തി, തേങ്ങയും ഉള്ളിയും പച്ചമുളകും വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് അരച്ചെടുത്താൽ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണേ. താങ്ക്